അപ്പോൾ അതിനെ ഭയക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര കർശനമായി അവരുടെ അക്കൗണ്ട് പൂട്ടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? അക്കൗണ്ട് പൂട്ടാൻ പറ്റില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അവർക്ക് മുന്നിൽ വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്വിറ്ററിന് വിവരങ്ങൾ ധരിപ്പിക്കാം. ആ ധരിപ്പിച്ചിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് പൂട്ടണോ വേണ്ടോ തീരുമാനിക്കുന്നത് ട്വിറ്ററാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ അനേകം തവണ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഇത് കുറച്ച് ദിവസം ഈ ആവേശത്തിനപ്പുറം നിലനിൽക്കില്ല. അതിലവരുടെ ആദ്യത്തെ പോസ്റ്റിൽ തന്നെ അവർ പറയുന്നത് ഞങ്ങളുടെ 5 പോയിന്റ് അജണ്ടയെ പിന്തുണയ്ക്കാൻ BJP അല്ലാത്ത ബാക്കി എല്ലാ ഒപ്പോസിഷൻ പാർട്ടികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നാണ്. ശ്രീ ശങ്കുട്ടിദാസ്, ഇത് ആന്റി ഇൻകംപൻസിയുടെ സൂചനയായിട്ടാണ് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത്. പക്ഷേ മറ്റൊരു പോയിന്റ് ഞാൻ നേരത്തെയും ചോദിച്ചു, ഈ എക്സ് അക്കൗണ്ട് പൂട്ടിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവരൊരു ബാക്കപ്പ് അക്കൗണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങി, അത് ഏത് നിമിഷവും പൂട്ടിപ്പോയേക്കാമെന്ന് അവർക്കറിയാം. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുമ്പോൾ 21.8 മില്യൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ 20.8 ഉണ്ടായിരുന്നു, ഇപ്പോൾ 21 മില്യണായി. അതായത് ഒരു മണിക്കൂറിനുള്ളിലാണിത്. അവരെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് ഇതൊരു മീം പേജ് ആണെന്നോ ഇവർ തുടങ്ങിയത് വേറെ എന്തോ ആണെന്നോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനും അപ്പുറത്തേക്ക് ഈ യുവാക്കളിൽ ഉണ്ടായ ഒരു അൺറെസ്റ്റ്, അത് ഉറപ്പായും സർക്കാരിനെതിരെയാണ് അൺറെസ്റ്റ് ഉണ്ടാവുക. സന്ദീപ് പറഞ്ഞതുപോലെ 10 വർഷമായി അധികാരത്തിലില്ലാത്ത പ്രതിപക്ഷത്തിനെതിരെ അൺറെസ്റ്റ് കാണിച്ചിട്ട് എന്ത് കാര്യമെന്നായിരിക്കും. അപ്പോൾ അതിനെ ഭയക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര കർശനമായി അവരുടെ അക്കൗണ്ട് പൂട്ടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? നോക്കൂ, ഈ ചർച്ചയിൽ ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഇപ്പോൾ ഈ ചർച്ചയിൽ ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള വിഷയം ഉണ്ടായിട്ടും ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കാൻ പോലും ധർമ്മേന്ദ്ര പ്രധാൻ തയ്യാറായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. മെയ് 15-ാം തീയതി ധർമ്മേന്ദ്ര പ്രധാൻ പ്രസ് കോൺഫറൻസ് വിളിച്ചിരുന്നു. ആ പ്രസ് കോൺഫറൻസിലാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതും റീ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചതും ആ പ്രസ് കോൺഫറൻസിലാണ്. ANIയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പോയി കഴിഞ്ഞാൽ ആ പ്രസ് കോൺഫറൻസ് കാണാൻ പറ്റും. ഞാൻ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പറയുകയാണ്. 2, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിൽ എന്തോ ഇരട്ടത്താപ്പുണ്ട്, ഞാൻ ആ പെൺകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങുകയും പിന്നീട് അവിടെ രാഷ്ട്രീയത്തെ ഞാൻ വല്ലാതെ വിമർശിക്കുകയും ചെയ്തു. അങ്ങനെയല്ല, ഞാൻ ആ പെൺകുട്ടി കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയത്തെ ഈ പ്രായത്തിൽ തന്നെ ശ്രദ്ധിക്കാനും ആ രാഷ്ട്രീയ സംവാദത്തിൽ ഇടപെടാനും കാണിച്ചിട്ടുള്ള ആർജവത്തെ അഭിനന്ദിക്കുകയും, എന്നാൽ അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കുറെ കൂടി ഗൗരവമുള്ള, അത് കുറെ കൂടി യാഥാർത്ഥ്യബോധമുള്ള ഒന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിലൊന്നും യാതൊരു തരത്തിൽ കഴമ്പും ഇല്ലാത്തത് എന്നാണ് പിന്നീട് ഞാൻ വിശദീകരിച്ചത്. ഈ കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവാത്ത എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് പൊതുവിൽ ഈ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം കൊണ്ടാണ്. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യം രൂപപ്പെട്ട സമയത്ത് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ വന്നിട്ടുള്ള പോസ്റ്റ് ഒരു പാറ്റയെ ഒരു ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി അമർത്തുന്നതായിരുന്നു. അതിന്റെ ടാഗ് ലൈൻ ഇങ്ങനെയായിരുന്നു, ദേ ഫൂൾഡ് യു ഇൻ 2011, ഡോണ്ട് ലെറ്റ് ദം ഫൂൾ യു അഗെയിൻ. അവർ 2011 നിങ്ങളെ പറ്റിച്ചു, ഇനി അതേപോലെ വീണ്ടും നിങ്ങളെ പറ്റിക്കാൻ അവരെ അനുവദിക്കരുത്. അവർ ഉദ്ദേശിച്ചത് അന്ന ഹസാനി മൂവ്മെന്റിനെയാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് ആം ആദ്മി പാർട്ടിയുടെ തന്നെ മറ്റൊരു രൂപമാണ്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ സ്പേസിനെ ഒറ്റയ്ക്ക് കൈയടക്കാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആദ്യത്തെ ദിവസം അങ്ങനെ പ്രതികരിച്ചത്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ രൂപഘടന മാറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം 1, 2, 3 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന യുവാക്കളുടെ ഒരു റിസെൻമെന്റിന്റെ പ്രതിനിധീകരിക്കുന്നൊരു രൂപത്തിലല്ല പിന്നീട് അങ്ങോട്ട് ട്വിറ്റർ ഹാൻഡിലേക്ക് വന്നപ്പോൾ ഇവരുടെ പെരുമാറ്റം ഉണ്ടായത്. ഇൻസ്റ്റാഗ്രാമിലെ പെരുമാറ്റവും ട്വിറ്ററിലെ പെരുമാറ്റവും കൂടി വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവരുടെ ട്വിറ്റർ അക്കൗണ്ടിന്റെ പേര് തന്നെ CJP 2029 എന്നാണ്. അതായത് 2029 ഇലക്ഷനെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണത്. അതിലവരുടെ ആദ്യത്തെ പോസ്റ്റിൽ തന്നെ അവർ പറയുന്നത് ഞങ്ങളുടെ 5 പോയിന്റ് അജണ്ടയെ പിന്തുണയ്ക്കാൻ BJP അല്ലാത്ത ബാക്കി എല്ലാ ഒപ്പോസിഷൻ പാർട്ടികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ഒപ്പോസിഷൻ പാർട്ടി ആയിക്കൊണ്ട് ഇത് ശരിക്ക് ലോജിക്കൽ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു 2013. അന്ന് ലോജിക്കൽ ഇന്ത്യൻ എന്നുള്ള പേരിൽ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചു. അന്ന് ഫേസ്ബുക്കിലൂടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രചരണം മുഴുവൻ നടന്നിരുന്നത്. എന്നാൽ ഡൽഹിയിലെ ഷീലാ ദീക്ഷിത് ഗവൺമെന്റിനെതിരെ അതികർശനമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് കേൾക്കുന്നവർക്കൊക്കെ അത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന പോലെയുള്ള ജനകീയമായിട്ടുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങൾ പറഞ്ഞു. 2013 തെരഞ്ഞെടുപ്പായപ്പോൾ ഈ ലോജിക്കൽ ഇന്ത്യൻ ആം ആദ്മി പാർട്ടി തന്നെയായി മാറി. ലോജിക്കൽ ഇന്ത്യനും ആം ആദ്മി പാർട്ടിയും നമ്മൾ തിരിച്ചറിയാൻ കഴിയാണ്ടായി. അന്ന് വരെ ലോജിക്കൽ ഇന്ത്യനെ പിന്തുടർന്നിരുന്ന എന്നെ പോലെയുള്ള ആളുകൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രച്ഛന്ന വേഷമായിരുന്നു. ഈ അഭിജിത് ദീപ്കെ ഞാൻ നേരത്തെ പറഞ്ഞത് 2019 ഈ പറയുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ടുള്ള സമയത്ത് ആന്റി ഇന്ത്യ പ്രൊപ്പഗൻഡ നടത്തിയതിൻ്റെ പേരിൽ, ഹുറിയത്ത് മോഡൽ പ്രോ പാകിസ്ഥാൻ പ്രൊപ്പഗൻഡ നടത്തിയതിൻ്റെ പേരിൽ പൂനെയിലുള്ള ലീഗൽ റിസർച്ച് ഒബ്സർവർ എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ആ കേസ് ഇപ്പോഴും പൂനെ പോലീസിന്റെ പരിഗണനയിലുണ്ട്. അതുപോലെ ഇതിന്റെ ഭാഗമായി വരുന്ന ആളുകൾ പിന്നീടുള്ള യൂഷ്വൽ സസ്പെക്ട്സ് എല്ലാവരും പുറത്തേക്ക് വരികയാണ്. പിന്നീട് ഇതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള മഹുവ മൊയ്ത്രയെ പോലെ, അല്ലെങ്കിൽ പിന്നീട് വരുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, ഇതിന് ആന്റി BJP സ്വഭാവം കൊണ്ടുവരാൻ സാധിക്കും.
അഖിലേഷ് യാദവ് ഉണ്ട്. അതായത് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിനൊരു ആന്റി ബി ജെ പി സ്വഭാവം അങ്ങനെ ആന്റി ബി ജെ പി ആയതുകൊണ്ടാണോ ശംഖു അപ്പൊ കൂട്ടുന്നത്? അല്ല, അവരുടെ ട്വിറ്റർ ഹാൻഡിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമാവുകയാണെങ്കിൽ എങ്ങനെയാണ് ട്വിറ്റർ അക്കൗണ്ട് പൂട്ടുക? നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം അവരുടെ ഏതെങ്കിലും പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളോ ബന്ധപ്പെട്ട മിനിസ്ട്രിയോ ട്വിറ്ററിനെ രേഖാമൂലം അത് അറിയിച്ചാൽ ട്വിറ്റർ ഇത് പരിശോധിക്കുകയും ട്വിറ്ററിന് അക്കൗണ്ട് പൂട്ടുകയും ചെയ്യുക. അല്ലാണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ട്വിറ്റർ അക്കൗണ്ട് പൂട്ടാൻ പറ്റില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അവർക്ക് മുന്നിൽ വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്വിറ്ററിന് വിവരങ്ങൾ ധരിപ്പിക്കാം. ആ ധരിപ്പിച്ചിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് പൂട്ടണോ വേണ്ടോ തീരുമാനിക്കുന്നത് ട്വിറ്ററാണ്. ട്വിറ്റർ അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇൻസ്റ്റാഗ്രാം അത് ചെയ്തിട്ടില്ല. ഈ പറയുന്ന ലൈക്കുകളുടെ എണ്ണത്തെ വലിയ ഘടകമായി ഞാൻ കണക്കാക്കുന്നില്ല ശ്രീമതി ശ്രീജ. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം, ഒന്നെങ്കിൽ ഇത് നിലനിൽക്കും, അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം തന്നെ ഈ നമ്മൾ ഒരു വെളിച്ചത്തിലേക്ക് പാറി വരുന്ന ഈയാമ്പാറ്റകൾ എന്നൊക്കെ പറയാറുണ്ട്, അതുപോലെയാണ് കൂട്ടത്തോടെ ഒരു മണിക്കൂറിനകമൊക്കെ വലിയ തോതിൽ 10 ലക്ഷം ആളുകളൊക്കെ വന്നു ചേരുന്ന തരത്തിൽ ഈ അക്കൗണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒന്നെങ്കിൽ ഇതൊരു വലിയ ശക്തിയായി പ്രാപിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ അനേകം തവണ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഇത് കുറച്ച് ദിവസം ഈ ആവേശത്തിനപ്പുറം നിലനിൽക്കും.